അങ്ങനെ ന്യൂസ് കണ്ടില്ലേ? താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ഒരു കുട്ടി ആശുപത്രിയിലായി. അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടു. അങ്ങനെ 5 പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ കേസിലായി, ജുവനൈൽ കോടതിയിൽ കേസിലായി എന്നൊക്കെയുള്ള ന്യൂസുകൾ കണ്ടിരുന്നു. ഇന്ന് അവരെ വെറുതെ വിട്ടും ചെയ്തു. അത്രത്തോളം നമ്മൾ നിയമം കാര്യങ്ങളൊക്കെ നമ്മൾ കോടതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിയമത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ആരെടുത്താണ്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഇത് പോലീസിന്റെ അടുത്ത് മാത്രമാണ് വീഴ്ചകൾ കാര്യം. കാരണം പോലീസ് എത്രത്തോളം സ്ട്രോങ്ങിൽ FIR എഴുതുന്നോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ, കേസ് നടന്നു പോകുന്നത്. മുന്നോട്ട് പോകൽ കേസ് അതിനകത്ത്. കാരണം നിസാര കേസുകൾ സംഭവിച്ച ആളുകൾ വരെ UAPA ചുമത്തിയിട്ടില്ലേ? നിസാര കേസുകൾ എന്തുകൊണ്ടാ? പോലീസിന്റെ FIR ഇടുന്നിടത്തുള്ളതാണ്. ഇതിപ്പോ ഈ കേസിൽ അകപ്പെട്ട 5 വിദ്യാർത്ഥികളെ ഒരു ഫാദർ പോലീസിലാണ്. അപ്പൊ പിന്നെ ഒന്നും പറയണ്ട, എത്രത്തോളം ഉണ്ടാവും FIR എന്നുള്ളത്. അതിന് FIR എന്തൊക്കെ കോടതി കാര്യങ്ങൾ നോക്കും. അതിന് അത്രത്തോളം നിസ്സാരമായിട്ടുള്ള FIR ആണെങ്കിൽ അതിനനുസരിച്ച് ജാമ്യം കിട്ടും. ഇപ്പൊ അതേപോലെ തന്നെ പ്രതിഭ MLA മോനെ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു, വെറുതെ വിട്ടു. കാരണം എന്താ വെറുതെ വിടാൻ കാരണം? തെളിവുകൾ കൂടുതലില്ല. കാരണം കേസിൽ അകപ്പെട്ട ഉടനെ തന്നെ മെഡിക്കൽ എടുക്കേണ്ടിയിരുന്നു, അത് പോലീസ് മെഡിക്കൽ എടുത്തില്ല. അപ്പൊ പിന്നെ കോടതിയിൽ നോക്കുമ്പോൾ FIR മെഡിക്കൽ റിപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല, വെറുതെ വിടും. അതേപോലെ തന്നെ നമ്മൾ PC ജോർജ് എല്ലാവരും പ്രതിഷേധം ഒന്ന് ഇരമ്പിയപ്പോൾ ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും ന്യൂസിലൊക്കെ ഇട്ട് PC ജോർജിനെ അറസ്റ്റ് ചെയ്തു, അങ്ങോട്ടാക്കി എന്നൊക്കെ ഭയങ്കര ഇതായി. 3 ദിവസം കഴിഞ്ഞ് PC ജോർജിനെ ജാമ്യത്തിൽ വിട്ടു. എന്തുകൊണ്ടാണ്? FIRന്റെ ബലത്തിനനുസരിച്ചാണ്. FIR എത്രത്തോളം സ്ട്രോങ്ങിൽ എഴുതുന്നു, FIR എത്ര സ്ട്രോങ് ഇല്ലാതെ എഴുതുന്നു, അതിനനുസരിച്ചാണ് കോടതിയിലുള്ള നിയമങ്ങൾ, കോടതിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പോലീസിന്റെ അടുത്താണ്. പോലീസിന്റെ അടുത്ത് മാത്രമാണ് FIR എത്രത്തോളം എഴുതുന്നു. കാരണം ആ കുട്ടികൾ എന്തൊക്കെയാണ് വാട്സപ്പിൽ വോയിസുകളൊക്കെ കണ്ട് തരിച്ചു പോകും, അന്തം വിട്ടു. അത്രത്തോളം ആ ന്യൂസിലൊക്കെ പറഞ്ഞു. എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം എല്ലാവരും പറയണത് അധ്യാപകർക്ക് വടി കൊടുക്കൂ, അവർക്ക് പഴയ കാലത്ത് തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ പറയണ്ടേ. ഈ പറയുന്ന ആളുകൾ തന്നെയാണ് ഒരു വിദ്യാർത്ഥിനെ ഒന്ന് അടിച്ചു നോക്കട്ടെ, ഈ പറഞ്ഞ ആളുകൾ തന്നെ നേരെ തിരിച്ചും പറയും. അപ്പൊ അതിനൊക്കെ വടിയെടുത്താണ്ട് അധ്യാപകർ തല്ലാൻ നിന്നാൽ എന്തിനതിന്റെ ആവശ്യം? ഇപ്പോ നമ്മളെ സോഷ്യൽ മീഡിയയിലെ അബ്ദുൽ ഹാക്കാണ് തിരുരങ്ങാടി, അദ്ദേഹം ഒരു ഇത് എഴുതിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? തിരുരങ്ങാടിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അവര് ഇടക്കിടക്ക് ഇടപെട്ടാണ്ട് എന്തോ ഒരു പ്രശ്നത്തില്, എന്താന്നറിയില്ല, ഒരു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിലാണ് ഇടപെട്ട് ആ ഒരു പ്രതിയുടെ രക്ഷിതാവ് കേസ് കൊടുത്ത്. കാരണം അവർ നല്ല കാര്യത്തിന് ചെയ്തതാണ്. അവിടെ നാട്ടിൽ ഒരു അടിപിടിയും കാര്യങ്ങളും ഉണ്ടാകേണ്ട ദിവസം അവർക്ക് തന്നെ പരിപാടി, ബസ്സിന്റെ ആളുകൾ വിദ്യാർത്ഥികളെ ബസ്സിൽ കൊണ്ടുപോയില്ലെങ്കിൽ അവർ അതിൽ ഫുള്ളാക്കിയിട്ട് എല്ലാവരും അവിടെ നിന്ന് കാലിയാക്കി, അങ്ങനത്തെ ഒക്കെ പല പരിപാടികൾ അവർ ചെയ്തിരുന്നു. അപ്പൊ ആ പ്രതികളിലായ അവിടെ കൂടി ഉണ്ടായ പ്രതികളിലായ ഒരു കുട്ടിന്റെ രക്ഷിതാവ് കേസ് കൊടുത്തു, FIR ഇട്ടു, സ്ട്രോങ്ങിലുള്ള FIR ഇട്ടു. അതോടുകൂടി ആ പരിപാടി അവർ അവസാനിപ്പിച്ചു. അപ്പൊ അങ്ങനെ തന്നെയാണ്. കാരണം നല്ലതാന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കുട്ടികളോട് ഒന്നും പറയാൻ പറ്റൂല. കാരണം നമ്മളായിക്കാണ് പിന്നെ പ്രതിയാകുക, സഹായിക്കാൻ പറ്റില്ല. ഇപ്പൊ ആരും സഹായിക്കാനും നല്ലത് പറയാൻ ഒന്നിനും പറ്റൂല. കാരണം നമ്മളെ പോലീസിന്റെ അടുത്ത് മാത്രമാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നത്. നമ്മളിപ്പോ ഈ പുറത്ത് GCC കൺട്രിയിലൊക്കെ ആണെങ്കിൽ ഈ മയക്കുമരുന്ന് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര പേടി. എന്നിട്ട് പോലും ഇവിടെ തല പോകുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവിടെ ചെയ്യണില്ലേ? അപ്പൊ പിന്നെ നമ്മളെ നാട്ടിലത്തെ കാര്യം പറഞ്ഞു, നമുക്ക് പോലും നമ്മൾ നിയമത്തിന് പേടിയില്ല. എന്തുകൊണ്ട്? അത് പ്രശ്നമില്ല, നാട്ടിലത്തെ ഞങ്ങൾ എന്തായാലും രക്ഷപ്പെടുന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവിടെ അതല്ല. ഇവിടെ പെട്ട് കഴിഞ്ഞാൽ മയക്കുമരുന്നിലൊക്കെ എന്തെങ്കിലും MDMA ആണെങ്കിലും കഞ്ചാവ് എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ തല പോകുന്ന ഉറപ്പാണ്. എന്നിട്ട് പോലും ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം അതിന്റെ ഒക്കെ ഒരു ഗൗരവം എന്ന് മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞു വന്നാൽ നമ്മുടെ നാട്ടില് പോലീസ് എത്രത്തോളം സ്ട്രോങ് ആവണോ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റങ്ങൾ വരും. അല്ലാതെ നമ്മൾ ഇനി കോടതിനെ കുറ്റം പറഞ്ഞിട്ടോ വേറൊരു കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമ്മുടെ നിയമം പോലീസ് ഇടപെടുന്നതിനനുസരിച്ച് FIR ഇടുന്നതിനനുസരിച്ച് സ്ട്രോങ് ഉണ്ടാവും. ഇതൊരാൾ അറസ്റ്റ് ചെയ്യുന്നു, പിറ്റേന്ന് ജാമ്യം കൊടുക്കണം, ആർക്കും ഒരു പ്രശ്നമില്ല. കൊലപാതകം ചെയ്താൽ പോലും ഇപ്പൊ റിയാസ് മൗലവിനെ കാസർഗോഡ് വെട്ടിക്കൊന്നു, ഒരു തെളിവുമില്ല. റിയാസ് മൗലവി എങ്ങനെ സ്വയം വെട്ടേറ്റ് മരിച്ചത്. അതേപോലെ നമ്മൾ നിയമങ്ങളൊക്കെ FIR ഇടുന്നിടത്തുള്ള കാര്യങ്ങൾ മാത്രമാണ്. കോടതിനെ പറഞ്ഞിട്ട് ആ ഒരു കാര്യമില്ല. പോലീസ് എന്താ FIR ഇടണോ അതിനനുസരിച്ചാണ് കോടതിയിലുള്ള കേസുകൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നു കൊടുക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല.
ഏതായാലും എല്ലാവർക്കും നല്ലത് തോന്നിപ്പിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. അവനാൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കുക. അവനാൻ്റെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ട് പോലും കാര്യമില്ല. കാരണം ഒരു വേണ്ട നല്ലത് പറഞ്ഞു കൊടുക്കാനും കൂടി പറ്റാത്തൊരവസ്ഥയേക്കാണ് കാര്യങ്ങൾ പോണത്. ഏതായാലും ഒക്കെ എന്തെങ്കിലും എല്ലാവരും കമൻറ്റിലൊക്കെ എന്തൊക്കെയാണ് എല്ലാവരും അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പം എന്നാൽ ശരി.